സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയി തിളങ്ങാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യമായിട്ട് ആരെങ്കിലും സമീസ് നാച്ചുറൽസിൻ്റെ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പപ്പായ എടുത്തിട്ടുണ്ട്, പച്ച ഗ്രേപ്പ് അഥവാ ഗ്രീൻ കളറിലുള്ള ഗ്രേപ്പ് ഒരു 3-4 പിടിയോളം, ഇത്രയും മതി കേട്ടോ. പിന്നെ ഒരു സ്ട്രോബെറിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആട്ടോ. ഇത് നമുക്ക് ഡ്രിങ്ക് ആക്കിയിട്ടും കുടിക്കാം, അതുപോലെ തന്നെ നമുക്കിത് ചെറിയൊരു സ്റ്റോൺ ആക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് മോർണിംഗിൽ വെറും വയറ്റിൽ ഇതിൻ്റെ ആ ഒരു ഇതിട്ടിട്ട് നമുക്ക് ആ ഒരു വെള്ളവും കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പപ്പായ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പറഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞ് അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബീട്രൂട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രോബെറിയും അതുപോലെ തന്നെ കുറഞ്ഞ അളവിലുള്ള ഗ്രേപ്പും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ മിക്സിയിൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ, അഥവാ നോർമൽ വാട്ടർ ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിത് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഐസ് ക്യൂബ് ആക്കിയിട്ടാണ് വെക്കുന്നത്. കാരണം നമുക്ക് മോർണിംഗിൽ എടുത്തിട്ടാണ് ഈ ഒരു ക്യൂബ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിൽ നിന്നും നമുക്കിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട്, നോർമൽ വെള്ളത്തിലോട്ട് ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അങ്ങനെയും നമുക്കത് കുടിക്കാം. മോർണിംഗിൽ കുടിക്കുമ്പോഴാണ് ഒന്നുകൂടെ ബെനിഫിറ്റ് റിസൾട്ട് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി അല്ലെങ്കിൽ ഒരു ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്നൊരു ഇത് തന്നെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ന്യൂ ആയിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും